ബോളിവുഡ് ചലച്ചിത്ര രംഗത്ത് പ്രധാനമായും അഭിനയിക്കുന്ന ഒരു നേപ്പാളി ചലച്ചിത്ര അഭിനേത്രിയാണ് മനീഷ കൊയ്രാള. FPAയുടെ പ്രതിനിധി കൂടിയാണ്. പ്രധാനമായും ഹിന്ദിയിലും കൂടാതെ ചില തമിഴ് ചിത്രങ്ങളിലും കൊയ്രാള അഭിനയിച്ചിട്ടുണ്ട്. ഭരതനാട്യം, മണിപ്പൂരി എന്നീ നൃത്ത കലകളിലും മനീഷ വിദഗ്ധയാണ്. തന്റെ അഭിനയ ജീവിതം തുടങ്ങിയത് ഒരു നേപ്പാളി ചിത്രമായ ഫേരി ഫേട്ടുല എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ്. ബോളിവുഡ് ചലച്ചിത്ര മേഖലയിൽ ആദ്യമായി അഭിനയിച്ചത് സുഭാഷ് ഹായ് സംവിധാനം ചെയ്ത സൗദാഗർ എന്ന ചിത്രത്തിലൂടെയാണ്. പിന്നീട് 1992-93 കാലഘട്ടത്തിൽ അഭിനയിച്ച ചിത്രങ്ങൾ പരാജയമായിരുന്നു. 1995 മണിരത്നം സംവിധാനം ചെയ്ത ബോംബെ എന്ന ചിത്രം പുറത്തിറങ്ങി. ഈ ചിത്രത്തിലെ വേഷം ചലച്ചിത്ര പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയമായി. 1996 ഒരു നല്ല വർഷമായിരുന്നു മനീഷയുടെ അഭിനയ ജീവിതത്തിൽ. അഗ്നിസാക്ഷി എന്ന ചിത്രം വിജയമായിരുന്നു. ഇതിൽ നാനാ പാടേക്കർ ഒന്നിച്ച് അഭിനയിച്ചത് വിജയമായിരുന്നു. ആ വർഷം തന്നെ സഞ്ജയ് ലീല ബൻസാലി സംവിധാനം ചെയ്ത ഹാമോഷി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. ഇതിൽ അഭിനയത്തിന് ബോംബെ എന്ന ചിത്രത്തിനു ശേഷം തന്റെ രണ്ടാമത്തെ ഫിലിംഫെയർ ക്രിട്ടിക്സ് പുരസ്കാരം ലഭിച്ചു. നേപ്പാളിലെ രാഷ്ട്രീയ രംഗത്ത് മുന്നിട്ട് നിന്ന ഒരു ഹിന്ദു കുടുംബത്തിലാണ് മനീഷ ജനിച്ചത്. മനീഷയുടെ മുത്തച്ഛനായിരുന്ന ബിവേശ്വർ പ്രസാദ് കൊയ്രാള 1960കളുടെ ആദ്യത്തിൽ നേപ്പാൾ പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ കുടുംബത്തിലെ പല അംഗങ്ങളും പാർലമെന്റിൽ അംഗങ്ങളും ആണ്. മനീഷ പഠിച്ചത് ഡൽഹിയിലെ സൈനിക സ്കൂളിലാണ്. ആദ്യകാലത്തെ ആഗ്രഹമനുസരിച്ച് ഒരു ഡോക്ടർ ആകണമെന്നായിരുന്നു. പക്ഷേ പിന്നീട് ഒരു മോഡലാവുകയും പിന്നീട് ബോളിവുഡിലേക്ക് വരികയുമായിരുന്നു. സഹോദരൻ സിദ്ധാർത്ഥ് കൊയ്രാള ഒരു നടനാണ്. ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്.